അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ പരിപാടി ശില വില്ലേജ് ട്രക്കിംഗ്. ഓക്കെ, ആകാശം കാണിച്ചാൽ അടിപൊളി കിടിലം വ്യൂ. ഇതോ ആ കാണുന്ന വില്ലേജിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. വളരെ തുച്ഛമായ കിലോമീറ്റർ. പഠിക്കാം. നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. ഹലോ ഗായ്സ്, ഊപ്പർ പോവാണ്. ഹാപ്പിയാണ് പക്ഷേ ഇല്ല. ഒരൊറ്റക്കായിരുന്നു. വളഞ്ഞയ്യോ എത്തി ഗൈസ്. തീർച്ചയായിട്ടും എത്തിയിരിക്കുന്നു. കൊയങ്ങിയിട്ടില്ല. തോന്നുന്നുണ്ടെങ്കിൽ എവിടെ എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് പറയൂ. ഞാനൊന്ന് ശ്വാസം വിട്ടോ. അവിടെ അടുത്ത് ഇരിക്കുന്നേ. ഞാനെന്ത് തേങ്ങയുടെ പറയുന്നതാണ്. എന്താണ് ഗൈസ് പറയാനുള്ളത്? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ട്രക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര ഫീറ്റ് മുകളിൽ, എത്ര ഉയരത്തിൽ നമ്മൾ നിൽക്കണേ? 10,000 ഫീറ്റ് മുകളിൽ. അതെ, അത് ഈ ഇരുട്ടത്ത് എങ്ങനെയുണ്ട് വ്യൂ? വാട്ട് എ വ്യൂ എന്ന് വെച്ചാൽ ഒന്ന് വെളിച്ചം വരണം. പക്ഷെ അടിയിൽ മൊത്തം കൊക്കയാണെന്ന് അറിയാം. അതെ, ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. വന്ന എന്തിനാ കാണിച്ചേ? ബിരിയാണി. നമ്മള് ഗസ്റ്റിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ വന്നേ. എന്താണ് സാർ പ്രോപ്പർട്ടി നെറ്റ് വരാനുള്ളത്? അടിപൊളിയായിട്ട് മൊത്തത്തിൽ ഉഷാറാ. കറണ്ട് ഇല്ലാത്ത ചെറിയ പ്രശ്നം. ഉഷാറായിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തു പറയുന്നത് ഇന്നലത്തെ രാത്രിക്കത്തെ ഫുഡ് ഗംഭീര ഫുഡായിരുന്നു നിങ്ങൾ വെച്ചോണ്ടന്നെ. രാവിലത്തെ ആലു പൊറോട്ട പ്ലസ് ചട്നി. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട റൂമിൽ നിന്നാണ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാല് ഹിമപർവ്വതങ്ങളാൽ മൂടിക്കിടക്കുന്നതാണ്. അത് കാണിക്കും ഇന്നല്ല, ഗംഭീര സാധനം മുതലായിക്കണം. പിന്നെ ഞങ്ങളെ ഇഗ്ലു പ്ലസ് ഞങ്ങളുടെ ശില്പം. നമ്മളെ പ്രണവ് ബ്രോ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. നമ്മളെ പ്രോപ്പർട്ടിയുടെ മുതലാളി, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എത്തിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പ്രണവ് ബ്രോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ക്യാമറ നോക്കി പറയൂ. ചെറിയൊരു ഫോൾസ് ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ. സംഭവം അവിടെയാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ. അതെ, എങ്ങോട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതാണ്. എല്ലാ വില്ലേജിലെ വെള്ളച്ചാട്ടം. മറ്റേ പറഞ്ഞ മാതിരി ഹിമാചൽ പർവ്വതങ്ങൾക്കിടയിലൂടെ പറന്നടക്കുന്ന മഞ്ഞിൻ. ബാക്കി വേണ്ട, രാവിലെ ഫ്രണ്ടിലെത്തില്ലോ. വളരെ ശാന്തമായൊരു വില്ലേജ്, ശാന്തിയും സമാധാനത്തിന്റെയും വില്ലേജ്. തായി കാണുന്നതാണ് നമ്മുടെ വില്ലേജ്. Then we are going to waterfall, then Shila village. Okay. ഒച്ചകേക്കാം. വണ്ടറായിന്ന്. എൻഷ്യൻ രീതിയാണ്, പണ്ടത്തെ ഒരു രീതിയാണ്. അതിൽ കൂടെ വെള്ളം ഇങ്ങനെ തള്ളി വന്ന ആ ചക്രം കറങ്ങുമ്പോ ഇത് മേലിൽ കറങ്ങും. അങ്ങനെയാണ് അത് പൊടിയുന്നത്. അങ്ങനെയാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽജി, കസോൾ രാജാവ് രാഹുൽജി. കണ്ടു. ഇതാണ് സെറ്റപ്പ്. അരി പിടിക്കുന്ന മില്ലാണ് എന്നാണ് രാഹുൽജി പറഞ്ഞത്. പണ്ട് കാലത്തെ ആൾക്കാർ ഇങ്ങനെയും ജീവിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയും ജീവിക്കാം അല്ലേ? ജാക്കറ്റ് ചൂടെടുക്കുന്നോണ്ട് ജാക്കറ്റ് ഇങ്ങനെ ആക്കണം. വേറൊന്നുമില്ല.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ് അങ്ങനെയൊക്കെയാണ്. അതെ, നമ്മളിപ്പോ ആൻഷ്യൻ കാര്യങ്ങള്, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോണ്ട്. അതെ. എന്ത് തോന്നുന്നു ഷീല വില്ലേജിനെ പറ്റി? എന്ത് തോന്നുന്നു രാജാവ്? ഷീല വില്ലേജിനെ പറ്റി എന്ത് തോന്നുന്നു? പറയൂ. എന്താണ് പറയൂ മച്ചു? പറയും മച്ചു. എന്ത് മച്ചു? മച്ചു ഒറ്റയാൻ പോന്നു. ആടിനെ കണ്ടിട്ടില്ല. ഏതൊരു മച്ചു ഒറ്റക്ക് പോന്നു. ഒരു 19 ആളുണ്ട്. 19 ആളും 19 റൂട്ടാ. ബ്രോ എങ്ങോട്ടാ? ആട് പായും ബ്രോ. ആടിനെ കാണാന്ന് പറഞ്ഞ് പോവാ. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നമ്മുടെ ചെമ്മരിയാട് കൂട്ടങ്ങളുണ്ട്. അല്ല ഇതോ, എന്താണ് വില്ലേജിനെ പറ്റി പറയാനുള്ളത്? വളരെയധികം നല്ല അഭിപ്രായം. അതെ, പീസ്ഫുൾ ആണ്, വളരെയധികം ശാന്തമാണ്, സ്ലോ ലൈഫാണ്. അതെ, സ്ലോ ലൈഫാണ്. അത്രേ ഉള്ളേ. നമ്മുടെ നാട്ടിലത്തെ മാറ്റില്ല. പുറത്തിറങ്ങിയ റോഡില്ല, വണ്ടിയില്ല, കറണ്ട് ഇല്ല, വെള്ളമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിതശൈലിയെ മാറ്റുന്നുണ്ട്. പണക്കാരില്ല, പഹാടി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മെയിന് എക്സ്പ്ലെയിൻ മെയിൻ. എല്ലായിടത്തും ഞാൻ തന്നെ ഇത് പറയൂ. മുഖാകെ കരുവാൾ അത് കുഴപ്പമില്ല. എന്തുകൊണ്ട് ഇജ്ജ് പറയും, ഇതെന്തിനെ പറ്റി എന്തെങ്കിലും പറയും. നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുവോ? അവിടെയാണ് കാണണ്ടേ നമ്മുടെ പ്രാചീന കാലത്ത് നമ്മൾ പൊടിപ്പിച്ചിരുന്ന മില്ലിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചെമ്മരിയാട് കൂട്ടങ്ങൾ, ഒഴുകി വരുന്ന മലവെള്ളം, നിറഞ്ഞു നിൽക്കുന്ന ഹിമപാതം, ഇതൊക്കെ ഭയങ്കര 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 സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്ത് കാണാം. അപ്പൊ നമ്മൾ തിരിച്ചതായി ഇറങ്ങുവാണ്. ജീവണ്ടി അടിയെത്തും എന്നാണ്. നോക്കി നടന്നോ? ജോഗ്രഫിക്കലി പറയാവുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ശരി കേട്ടോ. നമ്മള് ആയ കാലത്ത് നമ്മള് 4 വില്ലേജൊക്കെ കാണാൻ ട്രക്ക് അടിക്കുക. വയസ്സായി കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല. തീയൊക്കെ കാഞ്ഞ് അതിന്റെ ഓർമ്മകളൊക്കെ അയവറുത്ത് ഇങ്ങനെ ഇരിക്കാം. ശരി കേട്ടോ. ഞാനൊക്കെ ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മൊമെന്റ്സ് ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് പിടിച്ചാവൂലേ? അതാ നിങ്ങളിത് കാണാതെ, നിങ്ങളിത് കാണണ്ട. ഇത് ഈ കൂടെ ഒക്കെ കയറി ഇറങ്ങിയൊക്കെയാണ് ചെക്കന്മാര് രാത്രി ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയത്. അതും ഷീല വില്ലേജ്. യെസ് ഗൈസ്, ദിസ് ഈസ് ഷീല വില്ലേജ്. ഇത് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് രാഹുൽജിയാണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് നമുക്ക് കണ്ടെത്തുന്നത് രാഹുൽജിയാണ്. ഓക്കെ, നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങാണ്. വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നു. ഇവിടെ ഞാൻ അവിടെ എത്തിക്കണം കേട്ടോ. എവിടെ? ഫിലാലോ. ഇങ്ങോട്ട് വാട്ടോ. ഇവിടെ സ്റ്റോപ്പാളില്ല. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പാളുണ്ട്. അതെവിടെ? കീറി ഞാൻ അടിച്ച് പൊളിച്ചു. നമ്മൾ ഇറങ്ങുന്ന വഴി കാണുക. ഈ രാവിലാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ആ വണ്ടികൾ കൂടി കിടക്കുന്ന സ്ഥലം കണ്ടോ? അവിടെയാണ് നമ്മുടെ ട്രാവലർ. അതെ, ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയ്ക്ക് എത്തണം. അപ്പൊ നമ്മൾ നടക്കാൻ തുടങ്ങാണ്. ഓക്കെ, നടക്കാൻ തുടങ്ങാണ്. ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന വില്ലേജ് അല്ല, അതിന്റെ ബാക്കിൽ കാണുന്ന കൂട്ടം കൂടിയുന്ന വില്ലേജാണ് ലപ്പാസ്. യാ ഗൈസ്, ദിസ് ഈസ് ലപ്പാസ് വില്ലേജ്. ഓക്കെ, ഷീല വില്ലേജിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നടന്നാൽ ലപ്പാസ് വില്ലേജിൽ എത്തുന്നതാണ്. ഈ ട്രിപ്പിൽ ഏറ്റവും അടിപൊളി ഞങ്ങൾ ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അത് ആഡ് ചെയ്യണം കേട്ടോ. അതേടയും എന്തായാലും അടയും. ഈ ക്ലിപ്പ് എന്തായാലും അടയും. ഈ നേരെ പോണ്ട. റിസ്കി ഷോട്ടുള്ളൂ. ഈ വയ്യ കിട്ടിട്ടോ. കിട്ടി. രണ്ടാളും കിട്ടി. അടുത്താളെ അല്ല, ഈ ചോറിന് അടിപൊളിയാക്കാൻ. കിട്ടി. ഇപ്പൊ എല്ലാരും ഹാപ്പിയായി. അല്ലെങ്കിൽ പിള്ളച്ചും കള്ളം പറഞ്ഞു. രാഹുൽജിയാണ് നമ്മുടെ കൂട്ടി നിൽക്കുന്നത്. ഇതാണ് നമ്മൾ പ്രണർ ബ്രോ. ഈ വില്ലേജിന്റെ മെയിൻ രാജാവാണ്.
അവിടെ ചോദിച്ചാല് ആര് ചോദിച്ചാലും എവിടെ ചോദിച്ചാലും പ്രണവ് ബ്രോ എന്ന് പറഞ്ഞായി. ഉണ്ട്. പിന്നെ എന്ത് ചോദിച്ചാലും പ്രണവ് ബ്രോ, എവിടെന്നാ ചോദിച്ചാലും പ്രണവ് ബ്രോ. വന്ന വഴി കുറച്ച് ടാസ്കാണ്. ഇതൊക്കെ രാത്രി ആയതുകൊണ്ട് കാണാത്ത, ഇല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടേ കയറുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഠായെത്തിരിക്കുന്നു. എന്തല്ലേടാ നമ്മൾ പാലത്തുമെത്തി. അങ്ങനെ നമ്മൾ പാലത്തുമെത്തി. ഇനി പാലം എന്നെ എടുക്കണേ. ഇതാണ് ഇവിടുത്തെ നിഗൂഢമായ സ്ഥലം. ഇതാണ് നിഗൂഢമായ സ്ഥലം. എന്താണ് നിഗൂഢത? ഒന്നും പറയാനില്ല. ഞാൻ വിചാരിച്ച അത്ര ഒന്നുമില്ല. അയ്യോ ഇന്നലെ കണ്ട് വിചാരിച്ച അത്ര ഒന്നുമില്ല പറഞ്ഞു. മേലെ വാട്ട് എ ബ്യൂട്ടി. എന്താണ് ഇവിടെ വരുന്ന ആൾക്കാരോട് എന്താ പറയാ? മസ്റ്റ് ട്രൈ. ലൈവിൽ ഒരിക്കലും അത്ര പറയാം. അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ച് കയറുവാണ്. ഇനി മേലെ കയറുകയാണ്. മേലെ കയറുന്ന വൈകിട്ട് കാണിച്ചു തരാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. ഫോൺ ഓഫ് ആക്കാണ്. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ ഗൈസ്, എല്ലാവരും മസ്റ്റ് ആയിട്ട് ഹിമാചൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ, ഷില വില്ലേജ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ.